നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബിനെ കുറിച്ചിട്ട് അടുത്തിടെ വ്യൂസ് കുറയുന്നതായിട്ട്, സബ്സ്ക്രൈബേഴ്സ് കുറയുന്നതായിട്ട് ധാരാളം പ്രശ്നങ്ങൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിലോട്ട് വ്യൂസ് കൊണ്ടുവരുന്നത് തന്നെ വലിയ ഒരു കടമ്പയാണ്. നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ധാരാളം പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, വ്യൂസ് ഇല്ലാത്ത പഴയ വീഡിയോസിലേക്ക് എങ്ങനെ വ്യൂസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും, പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും വ്യൂസ് കയറാനായിട്ട് എന്തൊക്കെ ചെയ്യണം. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ചിട്ട് വീഡിയോസ് ഇട്ടാലേ യൂട്യൂബ് വന്നിട്ട് നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ, അതുപോലെ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് മുമ്പ് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഒരു 5 മിനിറ്റായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പല കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതും അറിയാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. അതായത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. നമ്മൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ കൊച്ചു ബിഗിനേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് വിജയിക്കേണ്ടത്, എങ്ങനെ ചെയ്താൽ അവരുടെ വീഡിയോസൊക്കെ നന്നായിട്ട് മൂവ് ആകും, എങ്ങനെ ധാരാളം വ്യൂസ് വരും എന്നിങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും ഒക്കെ സഹിച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. യൂട്യൂബിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടാൽ അതിനുള്ള പ്രയോജനം ഉണ്ടാകും. വ്യൂസ് കൂടിയാലേ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളിൽ, അതായത് ലൈക്ക്, വ്യൂസ്, കമൻസ്, വാച്ച് അവർ, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് ലൈക്കാണോ, വ്യൂസാണോ, സബ്സ്ക്രൈബേഴ്സാണോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ധാരാളം പേർക്ക് ഉണ്ട്. നമ്മൾക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വ്യൂസ് കിട്ടുക, ഇല്ലെങ്കിൽ റീച്ച് കിട്ടുക, വ്യൂസ് കിട്ടിയാൽ മാത്രമേ അതിലൂടെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് പേരിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് പല ഘടകങ്ങളും ആശ്രയിച്ചിട്ടാണ്. അതുപോലെ വ്യൂസ് ഉണ്ടെങ്കിൽ വാച്ച് അവറും ബാക്കി എല്ലാ കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എളുപ്പമായിട്ട് ലഭിക്കുകയും ചെയ്യും. പഴയ വീഡിയോ ആണെങ്കിലും പുതിയ വീഡിയോ ആണെങ്കിലും ഇതൊക്കെ വരാനായിട്ട് ഒരു ക്രിയേറ്റർ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. വ്യൂസ് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ പലതും ശ്രദ്ധിക്കാനുണ്ട്. ഒരുപാട് വാരി വലിച്ച വീഡിയോസൊക്കെ ഇടും ചിലരൊക്കെ, പക്ഷേ വ്യൂസൊക്കെ വരുമ്പോഴേക്കും വളരെ കുറവായിരിക്കും. ചിലപ്പോൾ അവരവരുടെ വീഡിയോസ് അവരവരുടെ ഫോണിൽ തന്നെ കണ്ട് വ്യൂസ് വരുത്തേണ്ട അവസ്ഥയും പലർക്കും വരാറുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഞാൻ പറയാതെ തന്നെ ലൈക്ക് ചെയ്യുമെന്ന് അറിയാം, പക്ഷേ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. വ്യൂസ് വരാൻ വേണ്ടി നമ്മൾ പലരോടും ഷെയർ ചെയ്യും, ലിങ്ക് അയച്ചു കൊടുക്കും, കാണണേ എന്നൊക്കെ പറയും. ചിലപ്പോൾ പലരും അതൊന്നും കാണാനേ മെനക്കെടാറില്ല. ചിലരൊക്കെ കളിയാക്കും, വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഓർക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ 5 വിരലുകൾ ഒരുപോലെയല്ല. എല്ലാവരും എല്ലാം തികഞ്ഞവരായിട്ടില്ല, സമ്പൂർണ്ണരായിട്ട് ഒരു വ്യക്തിയുമില്ല. എല്ലാവർക്കും അവരവരുടെ കുറവുകളുണ്ട്. നമ്മൾക്ക് വലിയ വ്യക്തികളോ യൂട്യൂബേഴ്സോ ഒക്കെ ഉടനെ ആകാൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ എളിയ രീതിയിൽ നമ്മൾ കണ്ടൻറ് ഇട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇട്ട് വരുമ്പോൾ ഒരിക്കലല്ല ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ കണ്ടൻറ് ക്ലിക്കാകുകയും വ്യൂസൊക്കെ വരികയും ചെയ്യും. വലിയ വലിയ പല ക്രിയേറ്റേഴ്സും ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പരാജയപ്പെട്ട് വേറെ ചാനൽ തുടങ്ങിയിട്ട് വിജയത്തിലെത്തിയവരും പലരുമുണ്ട്. മാറി ചിന്തിച്ച് കണ്ടൻറ്റിലൊക്കെ മാറ്റം വരുത്തി നോക്കി അതിൽ വിജയിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള കണ്ടൻറ്റൊക്കെ ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യും. വിജയിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്, ശരിയായ വഴി തിരഞ്ഞെടുക്കുവാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കണ്ടൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്താലും ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കും. ഒരിക്കലും ഇതാലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആകരുത്. ടൈറ്റിൽ കൊടുക്കുമ്പോൾ ആ വീഡിയോയ്ക്കുള്ള ടൈറ്റിൽ മലയാളത്തിലും പറ്റുമെങ്കിൽ ഇംഗ്ലീഷിലും അനുയോജ്യമായി കൊടുക്കുക. കാരണം കുറച്ച് പേര് കമൻറ്റ് വഴി ഈ ടൈറ്റിൽ ഇടുന്നത് ഏത് ലാംഗ്വേജിലായിരിക്കണം എന്ന് ചോദിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള ടൈറ്റിൽ തന്നെ കൊടുക്കുക. തംബ്നെയിൽ നോക്കിയിട്ടാണ് പലരും നമ്മുടെ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നത്. തംബ്നെയിലിൽ എന്ത് കൊടുക്കണം, വീഡിയോയ്ക്ക് അനുസൃതമായിട്ട് അട്രാക്റ്റീവായിട്ടുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക.
അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ. ഹൗ ടു മേക്ക് വെജിറ്റബിൾ കറി എന്ന ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനിലും തമ്പനെയിലും ഒക്കെ ഒരുപോലെ കൊടുക്കേണ്ട. തമ്പനെയിലിൽ വന്നിട്ട് അട്രാക്റ്റീവായിട്ട് മാറ്റി കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം. ഹായ്, ഇത്രയും രുചിയുള്ള നല്ല ഒരു വെജിറ്റബിൾ കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന എന്തെങ്കിലും ഒരു രീതിയിൽ അതൊന്ന് മാറ്റി പറഞ്ഞ് നോക്കുക. നമ്മളുടെ സ്വന്തം കണ്ടൻറ്റിന് വില കൽപ്പിച്ചില്ലെങ്കിലും മറ്റുള്ളവരതൊരിക്കലും അതിനൊരു വില തരികയില്ല. കാരണം കോൺഫിഡൻസ് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഒരുപാട് പേര് മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യാനായിട്ട് പറയാറുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയുവാൻ ഞാൻ വിചാരിച്ചത്. കാണുന്നവർ വിചാരിക്കും ഏതെങ്കിലും ഈ ഇങ്ങനത്തെ കറിക്ക് വേണ്ടിയിട്ടുള്ള തമ്പനയിലൊക്കെ ഇടുമ്പോഴേക്കും എന്തോ ഇതിനകത്തൊരു സീക്രട്ട് ചേരുവ ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ അവരിങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞിട്ട് പലരും അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വന്ന് കാണാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ വിജയിച്ചു. ആ വിജയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. ഇതുപോലെ വേറെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ട് ഇനിയും നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കഴിയുന്നത് ഞാൻ പഴയതുപോലെ തന്നെ രാവിലെ 9 മണിക്ക് വീഡിയോ കൺസിസ്റ്റൻ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ചാനലിൽ വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിച്ചാലും ഇല്ലെങ്കിലും മറക്കാതെ ഒന്ന് രാവിലെ ചാനലിൽ വന്നൊന്ന് നോക്കുക. കൂട്ടുകാരെല്ലാം പഴയതുപോലെ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.